സാധാരണ പുളിഞ്ചി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എന്നാൽ ഇരുമ്പൻ പുളി കൊണ്ട് പുളിഞ്ചി കഴിച്ചിട്ടുണ്ടോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കുക്കറിൽ 4 കഷ്ണം ശർക്കര എടുക്കുക. പിന്നെ അതിലേക്ക് വട്ടത്തിലരിഞ്ഞ ഇരുമ്പൻ പുളി, 1 കപ്പ് വെള്ളം എന്നിവ ചേർക്കുക. മൂടി അടച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിലടുപ്പിക്കുക. 2 വിസിലുകൾക്ക് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ തുറക്കരുത്. കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും മൂടി തുറക്കാതെ തന്നെ നിൽക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത്, 4 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വഴറ്റുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇനി ഇതിലേക്ക് വേവിച്ച ഇരുമ്പൻ പുളി ചേർക്കാം. കൂടാതെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. 7 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ആവശ്യത്തിന് കട്ടിയുള്ള കറി ലഭിക്കുന്നതുവരെ വേവിക്കുക. 7 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇരുമ്പൻ പുളി കൊണ്ടുള്ള പുളിഞ്ചി റെഡി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. 20 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.